ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പഴുത്ത മാങ്ങ വെച്ച് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, കറികളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മാമ്പഴപ്പുട്ട് റെഡിയാക്കാം. മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണം, അപ്പോഴാണ് പുട്ടിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞ ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിലൊരു മാങ്ങ കട്ട് ചെയ്തെടുക്കാനും ഒരു മാങ്ങ അരച്ചെടുക്കാനും ഉള്ളതാണ്. ഇപ്പോൾ ഒരു മാങ്ങ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് ചേർത്ത് നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കാനുള്ളതാണ്. ഒരു മാങ്ങ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ മാങ്ങ ആയതുകൊണ്ടാണ് 2 മാങ്ങ എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം. നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. മാംഗോ പ്യൂരി വെച്ചിട്ടാണ് ഇതൊന്ന് നനച്ചെടുക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചായിട്ട് മാംഗോ പ്യൂരി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് നനച്ചെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്തില്ലെങ്കിലും ഈ മാംഗോ പ്യൂരിയുടെ നനവിൽ ഇത് നന്നായി തന്നെ നനച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് നനച്ചെടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയായതുകൊണ്ട് ഞാനിതിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മാങ്ങ മധുരം കുറവാണെങ്കിൽ നമ്മൾ മാംഗോ പ്യൂരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. പുട്ടുപൊടി ഇപ്പോൾ ഇവിടെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി തുടങ്ങാം. ഞാൻ ഈ പുട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം കുറച്ച് മാംഗോ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ അല്പം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ അല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ അല്പം കൂടെ മാങ്ങയുടെ പീസസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ പുട്ട് ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള പുട്ടാണ്. കുട്ടികൾക്കെല്ലാം ഇതുപോലെ മാങ്ങയും കൂടെ വെച്ചിട്ട് പുട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കാതെ മാംഗോ പ്യൂരിയിൽ തന്നെ ഇത് നനച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് മാങ്ങയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് ഈ പുട്ടിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.